ദൈവാലോചനകൾ തെറ്റുകയില്ല എന്നുള്ളൊരു ദൈവശബ്ദമാണ് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ ചിന്തിച്ചത്. അതിൻ്റെ വേറൊരു ഭാഗം ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുക. എല്ലാ മോർണിംഗ് മന്ന പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വീണ്ടും നല്ലൊരു ദിവസം ദൈവം ദാനമായിട്ട് തന്നതിന് നന്ദി നിറ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അതരത്തോടെ പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ, നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിക്കൽ ഷേക്കേലിന് 1 സെയാ കോതമ്പുമാവും ഷേക്കേലിന് 2 സെയാ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഒരു സാധ്യതയും ഇല്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ പ്രവാചകനായ എലീശ ദൈവ നിയോഗത്തോടൊരു ശബ്ദം വിളിച്ചു പറയുക, നാളെ ഈ സമയത്ത് ഇങ്ങനെ ഒരു ദൈവപ്രവൃത്തി നടക്കുമെന്ന്. നമുക്കറിയാം, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ആരാ? ദൈവത്തിൻ്റെ നാവായിട്ട് മനുഷ്യനോട് സംസാരിക്കുന്നവനാണ്. ദൈവം എന്തെങ്കിലും സാധാരണ കാര്യം പറയുമോ? ഇല്ല. നമ്മുടെ മാനുഷികമായ ബുദ്ധിക്കും മാനുഷികമായ ചിന്തകൾക്കും അപ്പുറത്തായിട്ട് ദൈവത്തിൻ്റെ ചില അനന്തമായ സാധ്യതകൾ ദൈവം വെളിപ്പെടുത്തി തരും. അപ്പോൾ ഒരു ദൈവപൈതൽ എന്താ ചെയ്യേണ്ടത്? കണ്ണുമടച്ച ദൈവാലോചന അങ്ങ് വിശ്വസിക്കണം, ഏറ്റെടുക്കണം. കർത്താവേ, ഈ ദൂതിൻ്റെ മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് മറിയ പറഞ്ഞതുപോലെ പറയാൻ തയ്യാറാകണം. അല്ലാതെ ഈ രാജാവിൻ്റെ കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ പറഞ്ഞതുപോലെ ആരും പറയരുത്. എന്താ അവൻ പറഞ്ഞത്? യഹോവയായ ദൈവം ആകാശത്തിൽ കിളിവാതിലുണ്ടാക്കിയാലും നടക്കുമെന്ന്. മോനെ, നിനക്ക് തെറ്റുപറ്റിപ്പോയി. ദൈവത്തിന് കിളിവാതിലൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് ഹല്ലേലൂയ 4 കുഷ്ഠരോഗികളെ ആത്മാവിൽ അവിടെ കണ്ണൊന്ന് തുറപ്പിച്ചാൽ മാത്രം മതി. അടുത്ത നിമിഷം നോക്കിയേ, ആ ദൈവാലോചന നിവർത്തിക്കാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന കണ്ടോ? പല കാര്യങ്ങൾ സംഭവിച്ചതിൽ ഒന്നെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദമായിരുന്നു. ദൈവത്തിൻ്റെ ശബ്ദം എന്ത് ചെയ്തു? ഹല്ലേലൂയ, അരാം സൈന്യത്തെ അങ്ങോട്ട് കേൾപ്പിച്ചു. അരാം സൈന്യം ആ ശബ്ദം എന്തുമായിട്ടാണ് കേൾക്കുന്നതെന്നറിയാമോ? മിസ്രീമ്യ പടക്കുതിരകളുടെ ശബ്ദമായിട്ടാണ് കേൾക്കുന്നത്. പേടിച്ചു പോയ മാറി. എല്ലാം അവിടെ ഇട്ടിട്ട് എന്ത് ചെയ്തു? ഒറ്റ ഓട്ടം ഓടി. യഥാർത്ഥത്തിൽ എന്തോ അവിടെ സംഭവിച്ചേ? ദൈവത്തിൻ്റെ ശബ്ദം തൻ്റെ ജനത്തെ ദൈവം കേൾപ്പിക്കുമായിരുന്നു. ഹല്ലേലൂയ, തൻ്റെ ജനത്തിനു വേണ്ടി ദൈവത്തിൻ്റെ ശബ്ദം ദൈവം അവിടെ വെളിപ്പെടുത്തുമായിരുന്നു. ശത്രു ആ ശബ്ദം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാം ഇട്ടിട്ട് പോയി. ഹല്ലേലൂയ, ഒരത്ഭുതം അവിടെ നടന്നു. ആ 4 കുഷ്ഠരോഗികൾ അവരെന്ത് ചെയ്തു? ആ അരാം സൈന്യത്തിൻ്റെ അവിടോട്ട് ചെന്നപ്പോൾ കണ്ട കാഴ്ച, ഹല്ലേലൂയ, എല്ലാം അവിടെ ഇട്ടേക്കുക. അവിടെയായിട്ട് മാറി മാറി കിടക്കുക. അവിടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്ര ദിവസമായിട്ട് വിശന്ന് കിടക്കുന്നൊരു അനുഭവമാണ്. വാരി വലിച്ച് കഴിച്ച് വേറെ ചിലത് എടുത്തുകൊണ്ട് പോയി ഒളിപ്പിച്ചു വെച്ചു. പിന്നെയും കിടക്കുക. ഇഷ്ടം പോലെ രാജസന്നിച്ച് അറിവ് കൊടുക്കുകയാണ് ഇവർ. ഇങ്ങനെ സംഭവം ഉണ്ടായി. ആമേൻ. എന്നിട്ടും രാജാവിന് അങ്ങോട്ട് വിശ്വാസമൊന്നും വരുന്നില്ല. ഒരു ദൈവാലോചന ഇങ്ങനെ ഉണ്ടെന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അവൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എലീശ പറഞ്ഞതുപോലെ സംഭവിച്ചതിൽ ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവവൈതലേ, പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നിന്നോട് സംസാരിക്കുന്നു. ചില മാനുഷികമായ ചില കാര്യങ്ങൾ ഓർത്ത് നീ ആവശ്യമില്ല ടെൻഷൻ അടിക്കാതെ, മാനുഷികമായ ചില വിഷയങ്ങൾ ഓർത്ത് നീ ടെൻഷൻ അടിക്കാതെ, നിൻ്റെ വിഷയത്തിനകത്ത് അസാധ്യതയുടെ മുഖത്ത് ഒരു ദൈവാലോചന പറഞ്ഞ് ദൈവത്തിൻ്റെ അത്ഭുതം ദൈവം സൃഷ്ടിക്കും. ആ കർത്തൃകരങ്ങളിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ വ്യക്തമായിട്ട് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു, ഹൃദ്യമായിട്ട് സംസാരിച്ചു. അങ്ങയുടെ ആലോചനകൾ ഒരിക്കലും തെറ്റത്തില്ലെന്ന് അങ്ങ് ഞങ്ങളോട് അറിയിച്ച ദൈവശബ്ദത്തിനായിട്ട് സ്തോത്രം. ഈ ആലോചന സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിന് അനുഗ്രഹങ്ങൾ ശക്തമായി വെളിപ്പെട്ടു വരുവാൻ സ്വർഗം സഹായിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവാലോചന ഒരിക്കലും തെറ്റുകയില്ല. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.